Good afternoon. Good afternoon, teacher. How are you? Prayer ആദ്യം പ്രിപ്പയർ ചെയ്തിട്ടുണ്ടോ? Yes, teacher. ഞാൻ എപ്പോഴും 2-3 prayer thought of the day എഴുതി വെക്കും. ആരും ഇല്ലെങ്കിൽ പറയാറുണ്ട്. Okay, പറഞ്ഞോളൂ. Good afternoon, everyone. Prayer. May everyone be happy, healthy, be at peace. All be blessed with love, compassion, and kindness. May we all live in harmony, respect, and understanding. Find strength in our diversity and unity in our shared humanity. നമ്മൾ ഏത് ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്തോണ്ടിരുന്നത് ഓർമ്മയുണ്ടോ? Yes, teacher, പറയാം. Spontaneous self-discipline ആണ് ടീച്ചർ എടുത്തത്. അത്ര വരെയാണ് എടുത്തിട്ടുള്ളത്. Part 3, Unit 5, Normalization and Deviation. എത്രയാണ് എടുത്തുള്ളത്? പേജ് നമ്പർ ഒന്ന് പറയാനുണ്ടോ? ടീച്ചർ എനിക്ക് ടെക്സ്റ്റ് ഇല്ല. ഞാൻ ടീച്ചർ പറഞ്ഞപ്പോ ലാസ്റ്റ് എഴുതി വെച്ചതാണ് പറഞ്ഞത്. ഓക്കെ, ഞാൻ തോന്നുന്നു ഞാൻ ജോയി വരെയും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും. Yes, teacher, definitely. നോക്കണേ. അതിനിടയിൽ ടീച്ചർ ഇന്നാണ് ആക്ടിവിറ്റി കാണിക്കാൻ പറഞ്ഞത്. May 1 നമ്മളുടെ ആ ഫ്രെയിം എല്ലാവരും ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടുണ്ടോ? ഫാത്തിമ, ഉഷ, ഫസാന, ഷാനി, ഷമീറ, സൗമ്യ, അഞ്ജിന, അക്ഷയ ചെയ്തിട്ടുണ്ടോ? കാർഡ്ബോർഡ് വെച്ച് ഫ്രെയിം ക്രിയേറ്റ് ചെയ്ത് വെച്ച്
അതില് മറ്റേ അറ്റാച്ച്മെന്റ്സ് ചെയ്തിട്ടില്ല. ആണോ? കംപ്ലീറ്റ് ആയിട്ടില്ല? ഇല്ല, കംപ്ലീറ്റ് ആയിട്ടില്ല. ഉഷ? ഞാൻ ചെയ്തു, പക്ഷെ ഞാനിപ്പോ എന്റെ വീട്ടിലാ, അതുകൊണ്ട് അതെല്ലാം അങ്ങായിരിക്കുന്നു. അവിടെ ചെന്ന് കഴിയുമ്പോൾ 6 ചെയ്തു. ഒരു ഫ്രെയിമേ ഉണ്ടാക്കിയുള്ളൂ, ബാക്കിയുള്ളതൊക്കെ ഇത് ഉണ്ടാക്കി വെച്ചു. ഫസാന? എന്താടാ? 7 ചെയ്തിട്ടുണ്ട്. ഒരെണ്ണോടും ചെയ്യാനുണ്ട്. ഓക്കെ, കുഴപ്പമില്ല. ചെയ്തവരൊന്ന് പ്രസന്റ് ചെയ്യാം കേട്ടോ. ഞാൻ ആദ്യം ഫർസാന്റെ ടീം ചെയ്യാനേ. ബാക്കിയുള്ളവർ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണിക്കാം. ഉഷ പറഞ്ഞാൽ മതി, ലാസ്റ്റ് ആവുമ്പോ മനസ്സിലായി തരാം. യെസ് യെസ്. ക്യാമറ ഓൺ ഫ്രെയിം അല്ലേ? സ്റ്റക്കായി പോയടാ. ഫ്രെയിം ആണോ അത്? നെക്സ്റ്റ് ക്യാമറ സ്റ്റക്കായിട്ടുണ്ടടാ. എല്ലാ ഫ്രെയിമും വെച്ചിട്ടേ ഫോട്ടോ എടുത്ത് ഇങ്ങനെ ക്യാമറ ബാക്ക് ആക്കി കാണിച്ചാൽ മതി. കാരണം ടീച്ചർ എന്നാൽ ഞാൻ കാണിക്കട്ടെ? ഓക്കേടാ. ഓക്കെ ടീച്ചർ. വെൽക്കോ ഫ്രെയിം. കാണാൻ പറ്റുന്നുണ്ടോ ടീച്ചർ? കാണാടാ. ഓക്കെ. ബെൽറ്റ് ഫ്രെയിം. ക്ലിയർ അല്ലേ ടീച്ചർ? കാണാൻ പറ്റുന്നുണ്ടല്ലോ. പിന്നെ ബക്കിൾ ഫ്രെയിം. ബക്കിൾ ഫ്രെയിം. ഓക്കെ. ലേസ് ഫ്രെയിം ഉണ്ട്, അത് കംപ്ലീറ്റ് ആയിട്ടില്ല. അത് ചെറിയ ലേസ് ആയി പോയി. അത് അടുത്തടുത്ത് ഹോൾ വെക്കുമ്പോഴാണ് കൂടുതൽ ഭംഗി ഉണ്ടാവുക. ഇങ്ങനെ. പിന്നെ സിപ്പ് ഫ്രെയിം ചെയ്തിരുന്നു, അത് പിന്നെ അതിനെ കൊണ്ട് കളിച്ച് അത് പൊട്ടിപ്പോയി. അപ്പൊ അതുകൊണ്ട് അത് റിമൂവ് ചെയ്തു. ഇതാണ് ഫ്രെയിം. ഓക്കെ ടീച്ചർ. ഇനി എനിക്ക് 2 ചെയ്യാനുള്ളത്. അത് ഹൂക്ക് ഫ്രെയിമും പിന്നെ പ്രസ് ബട്ടൺ ഫ്രെയിമും. സിപ്പ് ഫ്രെയിം ചെയ്തതാണ്. അത് ഇങ്ങനെ അതിനെ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി അത് ലാസ്റ്റിൽ അത് ഇളകിപ്പോയി. ഫാത്തിമ റെഡി ആണോടാ? ക്യാമറയ്ക്ക് എന്തോ ഒരു പ്രശ്നം മാത്രമേ ചെയ്തിട്ടുള്ളൂ. എന്താണ്? ഞാൻ ഈ കാർഡ്ബോർഡ് വെച്ച് ഫ്രെയിം മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ, അറ്റാച്ച്മെന്റ്സ് ഒന്നും ചെയ്തിട്ടില്ല മിസ്. വേറെ ആരെങ്കിലും? ഫസാന മോൻ ക്യാമറയുടെ ആവശ്യം മാറിയാണോ? ആണെന്തോ നോക്കട്ടെ. ഓക്കേടാ.
ഇത് ബട്ടൺ ഫ്രെയിം. ഓക്കെ. ലേസ്. ഷൂ ലേസ്. ഓക്കെ ഓക്കെ. ഇത് വെൽക്രോ. ഓക്കെ. ബക്കിള്. ബെൽറ്റ്. ഇത് ഇതിന്റെ ഫ്രെയിം ചെയ്തിട്ടില്ല. ഓക്കെ. വേറെ ആരെങ്കിലും? അപ്പോ നെക്സ്റ്റ് വീക്ക് ബാക്കിയുള്ളവർ നെക്സ്റ്റ് വീക്ക് കംപ്ലീറ്റ് ചെയ്യണം കേട്ടോ. ഓക്കെ ആണോ? ചെയ്യോ? ബാക്കിയുള്ളവരെല്ലാവരും നെക്സ്റ്റ് വീക്ക് കംപ്ലീറ്റ് ചെയ്ത് പ്രസന്റ് ചെയ്യും. ഓക്കെ. അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന ചാപ്റ്ററിന്റെ പേര് നോർമലൈസേഷൻ ആൻഡ് ടീച്ചർ ഒരു കാര്യം ചോദിക്കട്ടെ, നമ്മൾ കാണിച്ചതിൽ എന്തെങ്കിലും സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ടീച്ചർക്ക് പറയാം കേട്ടോ. കാരണം നമ്മളിപ്പോ വാങ്ങിക്കുന്നത് കാണുമ്പോൾ ഭയങ്കര ഭംഗിയുണ്ട്, അത് വെച്ച് നമ്മൾ ഉണ്ടാക്കിയത് കാണുമ്പോൾ ഒരു രസം ഇല്ല ശരിക്കും പറഞ്ഞാൽ. ഓക്കെ. അത് സ്റ്റിച്ച് ചെയ്യണതിന്റെ പ്രശ്നമാണ്. ഇത് ചെയ്തതനുസരിച്ച് കൈ കൊണ്ട് തുന്നി ചെയ്യുമ്പോൾ കുറച്ച് വ്യത്യാസം ഉണ്ടാവും. കറക്റ്റ് സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ കുറച്ചുകൂടെ നന്നായിട്ട് ചെയ്യാൻ പറ്റുമായിരിക്കും. പിന്നെ അതേപോലെ ഫ്രെയിമും വുഡിന്റെ പീസ് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. വുഡ് പീസ് അധികം പൈസ വരില്ല കേട്ടോ. നമുക്കത് റോളർ ക്രാഫ്റ്റിന്റെ ഒക്കെ കടയില്ലേ, നമ്മൾ ക്രാഫ്റ്റ് ഒക്കെ ഇപ്പൊ ക്രാഫ്റ്റിന്റെ ഒക്കെ കടയുണ്ടാവും, ക്രാഫ്റ്റിന്റെ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന കട. ഗീതയുടെ വീട് എവിടെയാ? എന്റെ വീട് കണ്ണൂരാണ് ടീച്ചർ, കണ്ണൂർ. അടുത്ത് നോക്ക് ക്രാഫ്റ്റിന്റെ കട വല്ലതും ഉണ്ടാകുന്ന. അപ്പൊ ക്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഡ്രീംസ് ക്യാച്ചർ അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കൂലേ, അങ്ങനെ ഉള്ള കടകളിൽ ഇതേപോലത്തെ വുഡൻ പീസ് കിട്ടും. എനിക്ക് തോന്നുന്നു 20 രൂപയെങ്ങാണ്ടുള്ളൂ പീസിന് സംതിങ്. അപ്പൊ നമ്മളത് വാങ്ങിച്ചിട്ട് 2-3 ഫ്രെയിം നല്ല രീതിയില് ഉണ്ടാക്കുക, എന്നിട്ട് സ്റ്റിച്ച് ചെയ്യാൻ നോക്കുക. ഹാൻഡ് സ്റ്റിച്ച് ചെയ്താൽ അത്ര രസാവില്ല. നിങ്ങൾ തന്നെ സ്റ്റിച്ചിങ് അറിയുന്നവരാണെങ്കിൽ സ്റ്റിച്ച് ചെയ്യണമായിരിക്കും നല്ലത്. ഓക്കെ. മിസ്സേ, ഞാൻ കാർഡ്ബോർഡ് കാണിച്ചു തരട്ടെ. ജസ്റ്റ് ഇതുണ്ടല്ലോ, ബ്ലാക്ക് പേപ്പർ ഒട്ടിച്ചതാണ് കാർഡ്ബോർഡിന്റെ സൈഡിൽ ഫുള്ളും. പക്ഷെ നല്ല സ്റ്റിച്ച് വന്നിട്ടുണ്ട്. ആണോ? അപ്പോ നോക്കുമോ അതില് അത് സ്റ്റിച്ച് ചെയ്യാൻ നോക്കുക. ക്ലോത്ത് സ്റ്റിച്ച് ചെയ്തിട്ട് തന്നെ ചെയ്യാനായിട്ട് നോക്കുക. ചിലപ്പോൾ അല്ലെങ്കിൽ വീണ് പോകും, വെയിറ്റ് കൂടുമ്പോഴേ വീണ് പോകാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ആരാണ്? ഫാത്തിമ അല്ലെ? ഫർസാനയുടെ എന്തായിരുന്നു ഫ്രെയിം? വുഡായിരുന്നോ? വുഡിന്റെ ഫ്രെയിം ആയിരുന്നു. അത് ഉണ്ടാക്കിയതാണോ? അത് ഇവിടെ അടുത്തുള്ള ഒരു ചേട്ടന്റെ അടുത്ത് പറഞ്ഞപ്പോ ഉണ്ടാക്കി തന്നതാ. പൈസയായോ? പൈസയൊന്നും പറഞ്ഞില്ല. ഞാൻ 8 എണ്ണം ചെയ്തരാൻ പറഞ്ഞു, 4 എണ്ണം ആ ചേട്ടൻ തന്നു. 4 ഉണ്ടാക്കി തരാന്ന് പറഞ്ഞു. പൈസയൊന്നും പറഞ്ഞൊന്നുമില്ല. ചിലപ്പോ ഇതിന്റെ പീസുകളെ ഈ മരത്തിന്റെ പണിയൊക്കെയുള്ള സ്ഥലങ്ങളിൽ ചെറിയ നല്ലതാക്ക് വേണ്ട ടൈപ്പ് പീസുകൾ കിട്ടും. അവിടെയൊക്കെ പോയിട്ട് അത് കളക്ട് ചെയ്ത് നമ്മൾ ഫെവിക്വിക്കൊക്കെ യൂസ് ചെയ്തത് ഒട്ടിച്ച് സെറ്റ് ആക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. നിങ്ങൾ നോക്ക്, നമ്മുടെ ചുറ്റുപാടുള്ള മെറ്റീരിയൽസ് തന്നെ വെച്ചിട്ട് നോക്കുക. പെട്ടെന്ന് നമുക്ക് എന്തുകൊണ്ട് അങ്ങനെ പറയണെന്ന് വെച്ചാല്, നമ്മൾ ഇതുകൊണ്ട് ക്ലാസ്സിലൊക്കെ പോകുമ്പോ അവർക്ക് കുട്ടികൾക്ക് എല്ലാ കുട്ടികളും ചെയ്ത് നോക്കി വരുമ്പോഴേക്കും ചിലപ്പോ ചെറിയ കംപ്ലൈന്റ് ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അത് ഇപ്പൊ കാർഡ്ബോർഡിലാണ് ചെയ്തിരിക്കണമെങ്കിൽ അല്ലെങ്കിൽ അതിന് ഒട്ടും വിലയില്ലെങ്കിൽ പെട്ടെന്ന് കംപ്ലൈന്റ് ആവും. നല്ല രീതിയിൽ സ്റ്റിച്ച് ഒക്കെ ചെയ്ത് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ല ഭംഗിയായിട്ട് തോന്നും. ഓക്കെ. അതുപോലെ മിസ്സേ, അലൂമിനിയം ഫാബ്രിക്കേഷൻ ഒക്കെ ചെയ്യുന്നില്ലേ, ഇപ്പൊ സീലിംഗിൽ വരുന്ന വുഡില്ലേ, ഞാൻ അതിന്റെ പീസാ വാങ്ങി വന്നേ. അതാ ഞാൻ ചോദിച്ചത്. ഞാൻ അതുകൊണ്ട് ചെയ്യാം. അല്ല, അത് ഞാൻ കാണിച്ചുതരാം. പക്ഷെ അതിന് നല്ല കട്ടിയുണ്ട്. ഇതുണ്ടോ? ഇങ്ങനെ വൈറ്റ് കളറിലാണ് വരുന്നത്.
അപ്പൊ ഇതിന് നല്ല കട്ടി വരുന്നുണ്ട്. ഇതിലപ്പോ നമുക്ക് ഹോൾ ഇടുകയും ചെയ്യാം. ഹോളിടാലോ. മതി. കനം വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലോത്ത് ഇങ്ങനെ വീണ് പോയി കഴിഞ്ഞാൽ ഒരു രസം ഉണ്ടാവില്ല. ഫ്രെയിമിൽ ഇങ്ങനെ കറക്റ്റ് ആയിട്ട് ഫിറ്റ് ആയിട്ട് ഇട്ടാണെങ്കിൽ നല്ല രസമായിരിക്കും. പിന്നെ നമ്മളത് വീട്ടിൽ വെക്കാനല്ലല്ലോ, നമ്മള് കൊണ്ടുപോകുമല്ലോ. എന്തായാലും നമ്മള് പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നമ്മൾ മെറ്റീരിയൽസ് കൊണ്ടുപോകാനായിട്ടോ അല്ലെങ്കിൽ അങ്ങനെ അവസരം കിട്ടാനും നിങ്ങൾ എന്തായാലും കൊണ്ടുപോയി അത് പഠിപ്പിക്കുമല്ലോ. അപ്പൊ അവിടെ കുട്ടികൾ ഓരോന്ന് ചെയ്ത് നോക്കുമ്പോഴേക്കും ചിലപ്പോൾ അത് പെട്ടെന്ന് ചീത്തയായി പോകും. നമ്മൾ കുറച്ച് കെയർഫുൾ ആയിട്ട് എന്ത് ചെയ്യാം, നല്ല രീതിയിൽ സ്റ്റിച്ച് ഒക്കെ ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിൽ ആ പ്രശ്നം ഉണ്ടാവില്ല. ഓക്കെ, ബാക്കിയുള്ളവർ നെക്സ്റ്റ് വീക്കിലേക്ക് അത് റെഡിയാക്കാം ഫ്രെയിമുകൾ. എന്നിട്ട് വേണം അടുത്ത ആക്ടിവിറ്റീസ്. എത്ര ആക്ടിവിറ്റീസ് ഉണ്ടെന്ന് അറിയാമോ ചെയ്യാനായിട്ട്? ഓക്കെ, അപ്പൊ നമ്മൾ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് നോർമലൈസ്, എന്താണ് നോർമലൈസേഷനും അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സും ആണ് ലാസ്റ്റ് ക്ലാസ്സുകളിലായിട്ട് ഡിസ്കസ് ചെയ്തത്. നോർമലൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് ആദ്യം നമ്മൾ ഡീവിയേറ്റഡ് കുട്ടികളെ കുറിച്ച് പറഞ്ഞു. ഈ ഡീവിയേറ്റഡ് ആയിട്ടുള്ള കുട്ടികളെ വർക്ക് ചെയ്യുന്നതിലൂടെ നമ്മൾ നോർമലൈസ്ഡ് ചൈൽഡ് ആക്കി മാറ്റാണെന്ന് പറഞ്ഞു. ത്രൂ വർക്കിംഗ് ആണ് പറഞ്ഞത്. മാൻ മേക്സ് ഹിംസെൽഫ് ത്രൂ വർക്കിംഗ് എന്ന് പറഞ്ഞു. അപ്പോ അവർക്ക് കിട്ടുന്ന ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെയായിരുന്നു പറഞ്ഞത്. ലവ് ഓഫ് ഓർഡർ, അവർ ചെയ്യുന്ന വർക്ക് അവർക്ക് നല്ല രീതിയിൽ ആ ഒരു ഓർഡർ, ആ ഒരു പ്രേമം ഫോളോ ചെയ്യാൻ പറ്റും. അവർ ചെയ്യുന്ന വർക്കിനോട് അവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. പ്രൊഫൗണ്ട് സ്പോണ്ടേനിയസ് കോൺസെൻട്രേഷൻ പറഞ്ഞു. ദെൻ അറ്റാച്ച്മെന്റ് ടു റിയാലിറ്റി, റിയാലിറ്റിനോട് ഭയങ്കര അറ്റാച്ച്മെന്റ് ആയിരിക്കും. ലവ് ഓഫ് സൈലൻസ്. ലാസ്റ്റ് ക്ലാസ്സിലാണെങ്കിൽ മാർക്ക് ചെയ്തവരുണ്ടോ എവിടെ വരെ എടുത്തു എന്നുള്ളത്? ടീച്ചർ ഇൻ എ ക്ലാസ് ഓഫ് നോർമലൈസ്ഡ് ചിൽഡ്രൻ, അത് സ്പോണ്ടേനിയസ് സെൽഫ് ഡിസിപ്ലിൻ അതാണ് പറഞ്ഞുകൊണ്ട് ഇരുന്നത്. ഓക്കെ, അവിടെ വരെയാണ്. ഓക്കെ, അപ്പോ ലവ് ഓഫ് സൈലൻസ്, പിന്നെ സബ്മിഷൻ ഓഫ് പോസസീവ് ഇൻസ്റ്റിങ്, പവർ ഓഫ് ടു ആക്ട് ഫ്രം റിയൽ ചോയ്സ്. ക്യൂരിയോസിറ്റിയുടെ പുറത്തായിരിക്കില്ലേ കുട്ടികൾ ഓരോ കാര്യങ്ങൾ സെലക്ട് ചെയ്യുന്നത്, റിയൽ ആയിട്ടുള്ള ചോയ്സ് ആയിരിക്കും. നമ്മുടെ മോണ്ടിസോറി ക്ലാസ് റൂമിൽ ഒബീഡിയൻസ് ചില അനുസരണം പഠിപ്പിക്കുന്നില്ല. അത് നമ്മൾ കൊടുക്കുന്ന ഫ്രീഡം അവർ നല്ല രീതിയിൽ എഫക്റ്റീവ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് അവർ ഒബീഡിയന്റ് ആയിട്ട് മാറാണ്. ഇൻഡിപെൻഡൻസ് ആൻഡ് ഇനിഷ്യേറ്റീവ്സ്, അവർ ഇൻഡിപെൻഡന്റ് ആയിട്ട് അവർക്ക് ഫ്രീഡം നമ്മൾ കൊടുക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ അതിൻ്റെതായ ഇനിഷ്യേറ്റീവ്സ് ഉണ്ട്. അങ്ങനെ നമ്മൾ നോർമലൈസ്ഡ് ആയിട്ടുള്ള കുട്ടികളുടെ ക്ലാസ് റൂമിൽ മുതിർന്ന കുട്ടികളെ എങ്ങനെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, സെൽഫ് ഡിസിപ്ലിൻ എന്ന് വെച്ചാൽ നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ട് വേണ്ട ഡിസിപ്ലിൻ ഫോളോ ചെയ്യിക്കാൻ. സ്പോണ്ടേനിയസ് സെൽഫ് ഡിസിപ്ലിൻ ആയിരിക്കും. ഓട്ടോമാറ്റിക്കലി അവർക്ക് നമ്മൾ ഫ്രീഡം കൊടുക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് ഡിസിപ്ലിനും ഓട്ടോമാറ്റിക്കലി വരുമ്പോൾ അപ്പൊ ഇത് വരും. പിന്നെ നമ്മളൊരു വർക്ക് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടാവും. ഇപ്പൊ നിങ്ങൾ ഫ്രെയിം ചെയ്ത് അത് പ്രസന്റ് ചെയ്തപ്പോ മിക്കവർക്കും കിട്ടിക്കാണ് ഒരു ഹാപ്പിനെസ്. ജസ്റ്റ് കുറച്ച് കറക്ഷൻസ് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ, പറയണമെന്നുണ്ടായിരുന്നില്ല. അത് ഗീത ചോദിച്ചുകൊണ്ട് മാത്രമേ പറഞ്ഞുള്ളൂ. വെച്ചാൽ നമ്മളൊരു വർക്ക് ചെയ്ത് അത് നമ്മൾ പ്രസന്റ് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ഹാപ്പിനെസ് അല്ലേ? അപ്പൊ അത് നമുക്ക് എൻജോയ് ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ തന്നെയാണ് കുട്ടികൾ ഒരു വർക്ക് ചെയ്ത് ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അവർക്കൊരു പ്രഷർ, ഒരു ഹാപ്പിനെസ് ഫീൽ ചെയ്യും. അപ്പോ ഇതെല്ലാമാണ് എന്ത് നോർമലൈസ്ഡ് ആയിട്ടുള്ള കുട്ടികളുടെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഡീവിയേഷൻ ആണ്. അത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോർമലൈസേഷനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡീവിയേഷൻ ആണ്. ഡീവിയേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വ്യതിചലനം, അല്ലെങ്കിൽ നമ്മൾ നോർമൽ ആ ലൈനിൽ നിന്ന് മാറി ഡീവിയേറ്റഡ് ആയിട്ട് സഞ്ചരിക്കുക. അപ്പൊ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് നമ്മൾ പറയും കുട്ടികളുടെ ആ ഫോർമേറ്റീവ് ഇയേഴ്സ് ആണ് ഒരു 1 to 6 years എന്ന് പറയുന്നത്. നമ്മള് വേറെ കാര്യം പറയാനുള്ള ചുട്ടയിലെ ശീലം ചുടല വരെയും കുട്ടിക്കാലത്തുള്ള ശീലങ്ങളായിരിക്കും നമ്മുടെ ജീവിതകാലം മുഴുവനും നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. സോ നമ്മൾ എന്താണോ ചെറുപ്പത്തിൽ ശീലിക്കുന്നത് അത് നമ്മൾ ലൈഫ് ലോങ് ഫോളോ ചെയ്യും. സോ നമുക്ക് കുട്ടിക്ക് നല്ല രീതിയിൽ നോർമലൈസ്ഡ് ആയിട്ട് ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് പ്രോപ്പർ ആയിട്ട് പഠിക്കാനും അവരുടേതായ ഏജിനനുസരിച്ചുള്ള ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് എന്താണ് ഡീവിയേഷൻ എന്ന് നോക്കാം. ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ ഈ കുട്ടികൾക്ക് കാര്യങ്ങൾ ചെയ്യാനായിട്ട് ആഗ്രഹം ഉണ്ടാവും. അവർക്ക് വർക്ക് ചെയ്യാനും അതേപോലെ ഓരോ ആക്ടിവിറ്റീസ് ചെയ്യാനും അവർക്ക് താല്പര്യം ഉണ്ടാവും. പക്ഷെ അവര് അതിനെ അലോ ചെയ്യുന്നില്ല. അവരുടെ മനസ്സ് ഇപ്പൊ എന്താ പറയാ, പഠിക്കാൻ തോന്നുമ്പോ വേണ്ട നാളെ പഠിക്കാൻ സമയമുണ്ടല്ലോ, ഓക്കെ നാളെ പഠിക്കാം, അങ്ങനെ ചിന്തിക്കുന്ന ഒരു മൈൻഡ്. അല്ലെങ്കിൽ വർക്ക് ചെയ്യാം, അല്ലെങ്കിൽ കളിക്കാൻ പോവാം, വേണ്ട നാളെ പോവാം, അങ്ങനെ ഒരു തിങ്കിങ് ആണ് ഡീവിയേഷൻ എന്ന് പറയുന്നത്. A deviation is born in a character that will occur in childhood
ഡ്യൂറിംഗ് ഫോർമേറ്റീവ് ഇയേഴ്സ്. കുട്ടിക്കാലത്ത് വരുന്ന ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടർ ആണ് എന്ത് ഡീവിയേഷൻ. ബർത്ത് ടു 6 years because of obstacles, obsession to its natural environment. അവന് നാച്ചുറൽ എൻവയോൺമെന്റിനോടുള്ള ഒരു എതിർപ്പ്, അടിച്ചമർത്തല്, അങ്ങനെ വരുന്ന തടസ്സങ്ങളൊക്കെയാണ് ഈ ഒരു ഡീവിയേഷന് കാരണമാവുന്നത്. ചിലപ്പോ അവന് പ്രോപ്പറായിട്ട് സ്നേഹം കിട്ടാതെ വരുമ്പോ, കുട്ടികൾക്ക് സ്നേഹം പ്രോപ്പറായിട്ട് കിട്ടാതെ വരുമ്പോൾ ഡീവിയേറ്റഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ ഇപ്പൊ പാരന്റ്സിന്റെ കെയർ മൂത്ത കുട്ടിയിൽ നിന്നും ഇളയ കുട്ടിയിലേക്ക് മാറുമ്പോ മൂത്ത കുട്ടി ഡീവിയേറ്റഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ പല കാരണങ്ങൾ കൊണ്ട് ഡീവിയേഷൻസ് സംഭവിക്കാം. Deviation occurs when the child has will to act, but its movements are restricted. Deviation എത്ര സംഭവിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടിക്ക് കാര്യങ്ങൾ ചെയ്യാനായിട്ട് ആഗ്രഹമുണ്ട്, വില്ലുണ്ട്, ബട്ട് അത് അവന്റെ മൂവ്മെന്റ്സ് റെസ്ട്രിക്ട് ചെയ്തിരിക്കുകയാണ്, തടസ്സപ്പെടുത്തിയിരിക്കുകയാണ്. When he got the interest, but his necessity met. അവനത് ചെയ്യാനായിട്ട് താല്പര്യമുണ്ട്, പക്ഷെ അവനത് ചെയ്യുന്നില്ല. The will of the adult is altered. നമുക്കറിയാം മുതിർന്നവരുടെ ഇഷ്ടങ്ങൾ മാറിക്കൊണ്ടിരിക്കും. This is when a parent do not allow the child to improve his own personality. അപ്പൊ മുതിർന്നവരുടെ ഇഷ്ടങ്ങൾ മാറിക്കൊണ്ടിരിക്കുമ്പോൾ കുട്ടിയിലേക്ക് നമ്മൾ പാരന്റ്സ് എന്ത് ചെയ്യും, കുട്ടിയുടെ ഇഷ്ടം നോക്കാതെ മുതിർന്നവരുടെ ഇഷ്ടം എന്ത് ചെയ്യും, അടിച്ചേൽപ്പിക്കാനായിട്ട് ശ്രമിക്കും. The adult impose his personality on the child and overpower him. മുതിർന്നവര് അവന്റെ നമ്മൾ ചിലപ്പോ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നീ അച്ഛനെ പോലെ തന്നെ പെരുമാറുന്നത്, എല്ലാ കാര്യം അച്ഛനെ പോലെയാണ്. ശരിക്കും പറഞ്ഞാൽ അവിടെ കുട്ടിയുടെ പേഴ്സണാലിറ്റി അല്ല നമുക്ക് കാണാൻ പറ്റുന്നത്, ആ കുട്ടിയുടെ പാരന്റിന്റെ പേഴ്സണാലിറ്റിയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, കാണാൻ പറ്റുന്നത്. അപ്പോ അഡൾട്ട് മുതിർന്നവർ ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ്. നമ്മൾ സ്ട്രിക്റ്റ് ആക്കും, നമ്മളെ പോലെ ഫോളോ ചെയ്യാൻ പറയും, പക്ഷേ നമ്മൾ ശ്രദ്ധിക്കണം, കുട്ടികളുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാനായിട്ട് നമ്മൾ സമയം കൊടുക്കുക, അവരുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യട്ടെ, അതിനുള്ള ടൈം നമ്മൾ അലോ ചെയ്യാം. അല്ലാതെ നമ്മളുടെ പേഴ്സണാലിറ്റി കുട്ടിയുടെ പേഴ്സണാലിറ്റിയിലേക്ക് അടിച്ചേൽപ്പിക്കുകയല്ല ചെയ്യേണ്ടത്. ഓക്കെ, ദിസ് ഈസ് വെൻ ദ പാരന്റ്സ് ഡു നോട്ട് അലൗ ദ ചൈൽഡ് ടു ഇംപ്രൂവ് ഹിസ് ഓർ പേഴ്സണാലിറ്റി. ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാരന്റ്സ് കുട്ടികളുടെ പേഴ്സണാലിറ്റി ഇംപ്രൂവ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. The adult impose his personality on the child and overpower him. മുതിർന്നവര് അവരുടെ പേഴ്സണാലിറ്റി ഇമ്പോസ് ചെയ്യും കുട്ടിയുടെ മേലെ, അത് കൂടുതൽ കൺട്രോളിങ്ങും ഓവർ ആയിരിക്കുന്നത്. ചൈൽഡ് നീഡ്സ്, കുട്ടികൾക്ക് വേണ്ടത് a loving and stimulating environment ആണ് കുട്ടികൾക്ക് വേണ്ടത്. ഇങ്ങനത്തെ എൻവയോൺമെന്റ് വേണ്ടത്, ലവിങ് ആൻഡ് സ്റ്റിമുലേറ്റിംഗ് എൻവയോൺമെന്റ്, വിത്തൗട്ട് വിച്ച് ഹിസ് പേഴ്സണാലിറ്റി വിൽ ബി ഡീവിയേറ്റഡ്. അങ്ങനെയാണെങ്കിൽ അവരുടെ പേഴ്സണാലിറ്റി എന്ത് ചെയ്യും, ഡീവിയേറ്റ് ചെയ്യാതിരിക്കും. മോണ്ടിസോറി ഫെൽറ്റ് ദാറ്റ് deviation were not true in the true of the child. എന്നുവെച്ചാല് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കും ആ ഒരു കുട്ടിയുടെ പേഴ്സണാലിറ്റി അല്ല, അത് അവരിൽ പല കാരണങ്ങൾ കൊണ്ട് വന്ന മാറ്റങ്ങളുടെ ഭാഗമാണ്. ചിലപ്പോ പാരന്റിന്റെ സ്ട്രിക്റ്റ് കൺട്രോൾ കൊണ്ടായിരിക്കും, ചിലപ്പോ അവന് സ്നേഹം കിട്ടാത്തത് കൊണ്ടായിരിക്കും, അങ്ങനെ പല പല കാരണങ്ങൾ കൊണ്ടാണ് ഒരു കുട്ടി ഡീവിയേറ്റഡ് ആയിട്ട് പോകുന്നത്. ഡീവിയേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നോർമൽ വേയിൽ നിന്ന് മാറി വ്യതിചലിച്ച് ചിന്തിക്കുക, അതിനെയാണ് ഡീവിയേഷൻ പറയുന്നത്. ഡീവിയേഷന് മെയിൻ ആയിട്ടുള്ള കാരണങ്ങൾ പറഞ്ഞത് പാരന്റ്സിന്റെ ഇഷ്ടം കുട്ടികളുടെ മേലെ അടിച്ചേൽപ്പിക്കുക, അവരോട് സ്നേഹം പ്രകടിപ്പിക്കാതിരിക്കുക. നമ്മൾ പറഞ്ഞിരുന്നോ, സ്നേഹം ഉണ്ടെങ്കിൽ അത് പ്രകടിപ്പിക്കുക തന്നെ വേണം, അല്ലെ? കുട്ടികളോട് പ്രത്യേകിച്ച് അവര് നമുക്ക് വേണം എന്നുള്ള ഫീലിംഗ് അവിടെ ക്രിയേറ്റ് ചെയ്യാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ഓക്കെ, ക്ലാസസ് ഓഫ് ഡീവിയേഷൻ. അപ്പൊ ഈ ഡീവിയേഷന്റെ ബേസിൽ നമ്മൾ ഡീവിയേഷനെ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. 3 ടൈപ്സ് ഓഫ് ഡീവിയേറ്റഡ് ചിൽഡ്രൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, നമുക്ക് ഫിസിക്കൽ ഡീവിയേഷൻസ് നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ആ കുട്ടിക്ക് നടക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഫുട്ബോൾ കളിക്കാൻ പറ്റുന്നില്ല, അങ്ങനെ എന്തെങ്കിലും ഡീവിയേഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. പക്ഷെ മെന്റൽ ഡീവിയേഷൻസ് കുറച്ച് പാടാണ്. ഒരു കുട്ടിയുടെ മൈൻഡ് ഡീവിയേറ്റഡ് ആണോ എന്ന് അവന്റെ മനസ്സിലേക്ക് ഇറങ്ങി ചെന്ന് അത് പരിശോധിക്കാനായിട്ട് നമുക്ക് പറ്റണമെന്നില്ല. അപ്പോ മെന്റൽ ഡീവിയേഷൻസ് ആർ ഡിഫിക്കൽട്ട് ടു ഐഡന്റിഫൈ at a peak when compared to physical deviation. മെന്റൽ ഡീവിയേഷൻ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത് അതിന്റെ ഏറ്റവും എക്സ്ട്രീം പീക്കിൽ എത്തുമ്പോഴായിരിക്കും നമുക്ക് കുട്ടി മെന്റലി ഡീവിയേറ്റഡ് ആണ് എന്ന് മനസ്സിലാക്കുന്നത്. Physical deviation, like some
ഫിസിക്കൽ സ്ട്രെച്ച്, ചിലപ്പോൾ നടക്കുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട്, അവർക്ക് ഒരു സ്ഥലത്ത് ഇരുന്ന് അനങ്ങാനായിട്ട് തോന്നുന്നില്ല, അങ്ങനെയൊക്കെ തോന്നുന്നത് മനസ്സിലാക്കുക ഫിസിക്കൽ ഡീവിയേഷൻ. Deviation from the mind normally does not exhibit itself clearly. ചിലപ്പോൾ ഡീവിയേറ്റഡ് ആയിട്ടുള്ള കുട്ടികൾ അവർ ട്രൂ നേച്ചർ എക്സിബിറ്റ് ചെയ്യുന്നില്ല. അപ്പോ ഡീവിയേഷൻ അവന് ഭയങ്കരമായിട്ട് ഇപ്പൊ ഒരു ഞാൻ പറയാം, പാരന്റ്സ് ഒക്കെ പുറത്തുള്ള കുട്ടികളാണെന്ന് വിചാരിക്കുക. കുട്ടികളുടെ പാരന്റ്സ് ഒക്കെ എങ്ങനെയാണ്, പുറത്താണ്. അപ്പൊ അവർക്ക് സ്നേഹം കിട്ടുന്നില്ല, പാരന്റ്സിന്റെ അച്ഛന്റെയും അമ്മയുടെ സ്നേഹം കിട്ടാതെ വളരാണെങ്കിൽ മേ ബി അവര് ഡീവിയേറ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അവർക്ക് വിഷമം ഉണ്ടെങ്കിൽ ആ വിഷമം ചിലപ്പോൾ അവർ പ്രകടിപ്പിക്കുന്നത് സങ്കടത്തിന്റെ രൂപത്തിലായിരിക്കില്ല, ദേഷ്യത്തിന്റെ രൂപത്തിലായിരിക്കും. അപ്പോ മനസ്സിന്റെ ഡീവിയേഷൻസ് നമുക്ക് കണ്ടെത്താനായിട്ട് കുറച്ച് പാടാണ്. മൈൻഡ് ഡീവിയേറ്റഡ് ആണോ എന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് കുറച്ച് പാടാണ്. It is possible to categorize 3 main classes of deviated children. അപ്പോൾ ഈ മനസ്സിന്റെ ഡീവിയേഷൻ വെച്ചിട്ട് നമ്മൾ മൂന്ന് കാറ്റഗറീസ് ആയിട്ട് ഡീവിയേഷൻ തിരിച്ചിട്ടുണ്ട്. ഫസ്റ്റ് കാറ്റഗറി നോട്ടി ചിൽഡ്രൻ, സെക്കൻഡ് കാറ്റഗറി വീക്ക് ചിൽഡ്രൻ, തേർഡ് കാറ്റഗറി ബ്രൈറ്റ് ചിൽഡ്രൻ. നോട്ടി ചിൽഡ്രൻ നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും, ഭയങ്കര വികൃതിയായിരിക്കും. ഭയങ്കര വികൃതി വെച്ചാൽ ഭയങ്കര വികൃതിയായിരിക്കും, ഭയങ്കര ദേഷ്യം, പെട്ടെന്ന് അടിക്കും ഇടിക്കും, അങ്ങനത്തെയൊക്കെയുള്ള സ്വഭാവമുള്ള പിള്ളേര്. അപ്പൊ ഞാൻ പഠിപ്പിച്ച കുട്ടി അതേപോലെ ഒരു ക്യാരക്ടറുള്ള കുട്ടീനെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഭയങ്കര കുറുമ്പനാ, എന്ത് പറഞ്ഞാലും അനുസരിക്കില്ല, തർക്കുത്തരം പറയും, ഭയങ്കരമായിട്ട് പ്രശ്നമുള്ള ഒരു കുട്ടിയായിരുന്നു. അപ്പൊ പക്ഷെ പഠിക്കണേ വേറെ പ്രശ്നമൊന്നുമില്ല, പക്ഷെ അവൻ ഭയങ്കര ഉപദ്രവമാണ്. അവന്റെ ഫ്രണ്ട്സിനെ ഉപദ്രവിക്കുന്നു, നമ്മളോട് ടീച്ചേഴ്സിനോട് തർക്കുത്തരം പറയുന്നു, അങ്ങനത്തെ ഒരു കുട്ടിയായിരുന്നു ഞാൻ പറഞ്ഞത്. അപ്പൊ എനിക്ക് മനസ്സിലായത് നോട്ടി ചൈൽഡാണ്. അപ്പൊ ഞാൻ എന്താ ചെയ്തേ, അവന് എന്താ പ്രശ്നം എന്ന് കണ്ടിട്ട് അപ്പൊ ഞാൻ നോക്കിയപ്പോ അവൻ നിൽക്കുന്നത് അവന്റെ അമ്മയുടെ ഒപ്പമാണ്. അപ്പൊ ഞാൻ ചോദിച്ചു അമ്മ എന്ത് ചെയ്യുന്നത് ചോദിച്ചു. അപ്പൊ അമ്മ ജോലി കിട്ടി, എവിടെയാണ് എനിക്ക് തോന്നുന്നു തിരുവനന്തപുരത്ത് എങ്ങാണ്ട് വരുന്ന സമയത്ത്. അപ്പോ ഇത്രയും നാള് കൂടെ ജോലി കിട്ടിയിട്ടുള്ളൂ അമ്മയ്ക്ക്. ഇത്രയും നാള് അവന്റെ കൂടെ എല്ലാ കാര്യങ്ങളും ചെയ്ത് കൊടുത്തു നിന്ന അമ്മ കൂടെ ഇല്ല എന്നുള്ളൊരു വിഷമത്തിൽ നിന്നാണ് അവന്റെ ആ ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ആ ഒരു ഡീവിയേഷൻ സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ അവന് വിഷമമുണ്ട്, അമ്മ കൂടെ ഇല്ലാത്തത് ഭയങ്കരമായിട്ട് വിഷമമുണ്ട്. അതാണ് അവൻ മറ്റുള്ളവരോട് ഈ പറഞ്ഞ എന്താ പറയുക ദേഷ്യം, ഈ കോപം ഒക്കെ ആയിട്ട് എന്ത് ചെയ്തത്, പ്രകടിപ്പിച്ചത്. അപ്പോ ഞാൻ എന്നിട്ട് പാരന്റിനെ കണ്ട് പേഴ്സണൽ ആയിട്ട് പറഞ്ഞു, ഇപ്പൊ മോൻ ഇങ്ങനെ ആള് ഭയങ്കര വികൃതിയാണ്, അപ്പൊ എല്ലാവരുടെ അടുത്തുനിന്ന് കംപ്ലൈന്റ് പോകുന്നുണ്ട്, അപ്പൊ ഇങ്ങനെയാണെന്ന് പറഞ്ഞപ്പോ ഞാൻ സജഷൻ കൊടുത്തു. എനിക്ക് തോന്നുന്നു അമ്മ അടുത്തില്ലാത്തതുകൊണ്ടാണ് ആ കുട്ടിക്ക് അത്രയും വിഷമം തോന്നുന്നത്. എന്തെങ്കിലും ചെയ്യാൻ പറ്റുകയാണെങ്കിൽ രാവിലെ പോയിട്ട് വൈകുന്നേരം വരുന്ന ടൈപ്പ് ജോബിലേക്ക് മാറാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു. അപ്പോ ആദ്യം കുറച്ച് നാളും കൂടെ അതേപോലത്തെ ഒരു അവസ്ഥ കണ്ടിന്യൂ ചെയ്തു. പിന്നെ എനിക്ക് തോന്നുന്നു ഇപ്പോ ആള് നോർമൽ ആയിട്ടുണ്ട്. ഇപ്പൊ അമ്മയ്ക്ക് പോസ്റ്റിംഗ് എറണാകുളത്ത് എങ്ങാണ്ടാണ്, ഡൽഹി പോയി വരാണ്. അമ്മയും മോന് ഭയങ്കര ഇഷ്ടമാണ് അവന് അമ്മേനെ. അപ്പൊ അതുകൊണ്ടാണ് അവന് പെട്ടെന്ന് അമ്മയുടെ ആ ഒരു അമ്മ മാറി നിന്നപ്പോ അവനത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാഞ്ഞത്. ഭയങ്കര ദേഷ്യമൊക്കെ പ്രകടിപ്പിച്ചു. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, ആള് നന്നായിട്ട് പഠിക്കുന്നൊക്കെ ഉണ്ട്, വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പൊ ആ ഒരു ടൈപ്പ് ഓഫ് കാറ്റഗറി ചൈൽഡ് ആണ് നോട്ടി ചിൽഡ്രൻ. ഭയങ്കര ദേഷ്യമായിരിക്കും അവർക്ക്, കോപമായിരിക്കും, ഭയങ്കരമായിട്ട് മുതിർന്നവരെ എതിർത്ത് സംസാരിക്കും, ഭയങ്കര വാശിക്കാരായിരിക്കും, ഭയങ്കര നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ടൈപ്പ് ഓഫ് ഒരു നോട്ടി ചിൽഡ്രൻ. ഭയങ്കര നോട്ടി ആയിരിക്കും ആ കുട്ടികൾ. അതും ഒരു ടൈപ്പ് ഓഫ് വീക്ക് ചിൽഡ്രൻ ഡീവിയേഷൻ ആണ്. ഇനി അടുത്ത കാറ്റഗറീസ് ആണ് നമ്മൾ പുറമേ നോക്കുമ്പോൾ നല്ല കുട്ടികളാണ്, ഒരു പ്രശ്നമില്ല, ആരോടും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, ഭയങ്കരമായിട്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തൊരു ടൈപ്പ് ഓഫ് കുട്ടികളാണ് എന്ത് വീക്ക് ചിൽഡ്രൻ എന്ന് പറയുന്നത്. പക്ഷെ അവന്മാര് മടിയന്മാരായിരിക്കും. ഒരു കാര്യം അവന്മാരോട് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്യാൻ ഭയങ്കരമായിട്ട് ടൈം എടുക്കും, അവിടെ നിൽക്കും, ഭയങ്കര സ്ട്രിക്റ്റ് ആയിരിക്കും. പിന്നെ അഡൾട്ടിനെ ഭയങ്കര പേടിയായിരിക്കും, ഭയങ്കരമായിട്ട് കള്ളം പറയും, പിന്നെന്താണ് സ്റ്റീലൊക്കെ ചെയ്യും, കളറൊക്കെ എടുക്കും, കട്ടെടുക്കുകയൊക്കെ ചെയ്യും. ഇതൊക്കെ സ്ലോ ലേണേഴ്സും കൂടിയാണ്, അവർ പഠിക്കാനും ഭയങ്കര വീക്കായിരിക്കും. അപ്പോ നെക്സ്റ്റ് കാറ്റഗറീസ് ഓഫ് ഡീവിയേഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വീക്ക് ചിൽഡ്രനെ കുറിച്ചിട്ടാണ്. വീക്ക് ചിൽഡ്രൻ എന്ന് പറഞ്ഞാൽ കാണുമ്പോൾ നല്ല പഞ്ചഭാവമാണെന്ന് തോന്നും, പക്ഷെ കയ്യിലിരിപ്പ് ഭയങ്കര കുരുത്തക്കേടുമല്ല, ഭയങ്കര മടിയന്മാരായിരിക്കും. അവർക്ക് മുതിർന്നവരെ എതിർത്ത് സംസാരിക്കാനായിട്ട് പേടിയായിരിക്കും, അവർക്ക് പുതിയ കാര്യങ്ങൾ ചെയ്യാൻ ഭയങ്കര പേടിയായിരിക്കും, അവർക്ക് കള്ളം പറയുന്ന സ്വഭാവവും
മോഷ്ടിക്കുന്ന സ്റ്റീൽ ചെയ്യുന്ന സ്വഭാവവും ഉണ്ട്. ഓക്കെ, ദെൻ ബ്രൈറ്റ് ചിൽഡ്രൻ ഇവരെ കാണുമ്പോ ഭയങ്കര ഇമാജിനേറ്റീവ് ആയിട്ട് ഭയങ്കര വെരി ഇമാജിനേറ്റീവ് ആയിട്ടുള്ള കുട്ടികളാണ്. അവർ അവരുടേതായ ഒരു വേൾഡ് ക്രിയേറ്റ് ചെയ്ത് അതിൻ്റെ ഉള്ളിൽ ജീവിക്കാനായിട്ട് ഇഷ്ടപ്പെടുന്നവരാണ്. മറ്റുള്ളവരോട് തല്ലുപിടിക്കാനോ അല്ലെങ്കിൽ ശത്രുത ഉളവാക്കുന്ന സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്യില്ല. നന്നായിട്ട് പഠിക്കും, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ അവരെന്താണ് റിയാലിറ്റിയിൽ നിന്ന് ആക്ച്വൽ അല്ലെങ്കിൽ നമ്മൾ നോർമൽ വേൾഡിൽ നിന്ന് മാറി ഫാന്റസി വേൾഡിൽ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാനായിരിക്കും അവർക്ക് ഇഷ്ടം. ഫാന്റസി വേൾഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികൾ അവരുടെ ഇമാജിൻ ചെയ്ത് ക്രിയേറ്റ് ചെയ്യുന്ന വേൾഡ് ആണ് എന്ത് ഫാന്റസി വേൾഡ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഫാന്റസി വേൾഡിൽ ചിലപ്പോൾ അവനായിരിക്കും ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ആള്. അങ്ങനെയൊക്കെ വിചാരിച്ച് ബ്രൈറ്റ് ചിൽഡ്രൻസ് അങ്ങനെ ഒരു കാറ്റഗറീസ് ഓഫ് ചൈൽഡ് ആണ്. ആ ഒരു ഫാന്റസി വേൾഡിൽ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാനും അതേപോലെ തന്നെ ആ ഒരു റിയാലിറ്റിയിൽ നിന്ന് മാറി അവർക്ക് എപ്പോഴും ഫാന്റസി വേൾഡിൽ ജീവിക്കാനായിരിക്കും താല്പര്യം. ഭയങ്കര ഇമാജിനേറ്റീവ് ആയിരിക്കും. അവരുടെ ബ്രെയിൻ എന്ത് ചെയ്യില്ല, റെസ്റ്റ് എടുക്കില്ല എന്ന് പറയും. അവർക്ക് ഇപ്പൊ ഒരു വർക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ചിന്തിച്ച് ഭയങ്കരമായിട്ട് തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് കുട്ടികളാണ് ബ്രൈറ്റ് ചിൽഡ്രൻസ്. ഓക്കെ, നമ്മളിപ്പോ 3 കാറ്റഗറീസ് ഓഫ് ചിൽഡ്രൻസിന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു. നോട്ടി ചിൽഡ്രൻ, വീക്ക് ചിൽഡ്രൻ, ബ്രൈറ്റ് ചിൽഡ്രൻ. അപ്പൊ എന്താണ് ഇവരെ കുറിച്ച് നമുക്ക് ടെസ്റ്റിൽ എഴുതിയിരിക്കുന്നതെന്ന് നോക്കാം. നോട്ടി ചിൽഡ്രൻ. Naughty children are strong and behave with violence to wrong treatment they have received. ഭയങ്കരമായിട്ട് എന്താണ് സ്ട്രോങ് ആയിരിക്കും, ഭയങ്കര സ്ട്രോങ് ആയിരിക്കും, ഭയങ്കര വയലൻസ് ആയിരിക്കും. അത് നമുക്ക് പെട്ടെന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഭയങ്കര റോങ് ട്രീറ്റ്മെന്റ്. അവരോട് എന്തെങ്കിലും നമ്മൾ മോശമായിട്ട് പെരുമാറി കഴിഞ്ഞാൽ നമ്മളോട് അതിനേക്കാളും വലിയ രീതിയിൽ പെരുമാറും. ദീസ് ചിൽഡ്രൻസ് ഹാവ് ടെൻട്രം. ഭയങ്കരമായിട്ട് കോപമായിരിക്കും. കിക്ക് ആൻഡ് ബൈറ്റ്, ഇടിക്കുകയും കടിക്കുകയൊക്കെ ചെയ്യും. ഡിഫേ അഡൽട്ട്, മുതിർന്നവരെ എതിർത്ത് സംസാരിക്കും. ദേ ആർ ജനറലി ഗ്രിഡി. ഭയങ്കര അത്യാഗ്രഹികളായിരിക്കും. അവരുടെ കയ്യിലുള്ളതിനേക്കാളും കൂടുതൽ ആ ഒരു കുട്ടിയുടെ കയ്യിലുള്ളത് കൊണ്ട് നേടിയെടുക്കാൻ ഭയങ്കര വാശിയായിരിക്കും. ഡിസ്ട്രക്റ്റീവ്, പിന്നെ ഭയങ്കരമായിട്ട് വിനാശകരമായിട്ട് മറ്റു കുട്ടികളെ ഉപദ്രവിക്കുക, മൃഗങ്ങളെ ഉപദ്രവിക്കുക, അതൊക്കെയായിരിക്കും അവരുടെ ഹോബീസ് എന്ന് പറയുന്നത്. ക്രൂവൽ ടു അതർ ചിൽഡ്രൻസ് ആൻഡ് ആനിമൽസ്. മറ്റു കുട്ടികളെ ഉപദ്രവിക്കുക, അനിമൽസിനെ ഉപദ്രവിക്കുക, ഇതൊക്കെയായിരിക്കും അവരുടെ മെയിൻ ആയിട്ടുള്ള ഹോബീസ് എന്ന് പറയുന്നത് ഈ നോട്ടി ചിൽഡ്രൻസിന്. ഓൾ ത്രൂ ആക്റ്റീവ്, ദീസ് ചിൽഡ്രൻസ് ആർ ക്ലംസി ഇൻ ദെയർ മൂവ്മെന്റ്സ്. ഭയങ്കര വിചിത്രമായ മൂവ്മെന്റ്സുകളായിരിക്കും അവർ ചെയ്യുന്നത്. ഓരോ ആക്ടിവിറ്റീസും ഭയങ്കര വിചിത്രമായിട്ടുള്ള മൂവ്മെന്റ്സ് ആയിരിക്കും. ചിലപ്പോ അവർക്ക് ദേഷ്യം വന്നത് ഇങ്ങനെ പ്രകടിപ്പിക്കണം എന്ന് പറഞ്ഞുകൂടാ. ചിലപ്പോ അവരുടെ ഫേവറേറ്റ് ഡോളായിരിക്കും നശിപ്പിക്കുക. ഇനിയിപ്പോ പെറ്റ് അനിമൽസ് ഉണ്ടെങ്കിൽ അതിനെയായിരിക്കും ഉപദ്രവിക്കുന്നത്. അവർക്ക് ആ ദേഷ്യം എങ്ങനെയെങ്കിലും പ്രകടിപ്പിച്ചാൽ മതി. അത് ഓരോ രീതിയിലും അവർ പ്രകടിപ്പിക്കും. ഭയങ്കര നോട്ടിയാണ്, ഭയങ്കര വയലൻസ് ആണ്, ഭയങ്കരമായിട്ട് ഡീവിയേറ്റഡ് ചൈൽഡ് ആണ് ഏത് നോട്ടി ചിൽഡ്രൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ പഠിപ്പിക്കുമ്പോൾ നമ്മുടെ ക്ലാസ്സിൽ അങ്ങനെ ഒരു കുട്ടി ഉണ്ടോ, നോട്ടി ചൈൽഡ് ഉണ്ടോ എന്ന് നമ്മൾ നോക്കാം. ഒബ്സർവേഷൻ ആണ് മെയിൻ. നമ്മുടെ ക്ലാസ്സിലെ കുട്ടിക്ക് എന്താണ് പ്രശ്നം, അവൻ ഭയങ്കരമായിട്ട് ഡീവിയേറ്റഡ് ആണെങ്കിൽ അതെന്താണ് കാരണം എന്ന് മനസ്സിലാക്കുക. കാരണത്തിനെ ആണ് നമ്മൾ ചികിത്സിക്കേണ്ടത്, അല്ലാതെ ആ കുട്ടീനെ നമ്മൾ മാറ്റി നിർത്തല്ല വേണ്ടത്. ഇനി അടുത്തതാണ് വീക്ക് ചിൽഡ്രൻ. വീക്ക് ചിൽഡ്രൻ കാണുമ്പോൾ നല്ല ഗുഡായിട്ട് നല്ല കുട്ടിയായിട്ട് തോന്നും. They are considered as good children, however they are deviated. കാണുമ്പോൾ ഒരു നല്ല കുട്ടിയൊക്കെയാണെങ്കിലും അവരെങ്ങനെയാണ് ഡീവിയേറ്റഡ് ആണ്. They are lazy, മടിയന്മാരാണ്. Strict ആണ് to adult, മുതിർന്നവരെ ഭയങ്കര പേടിയാണ്. Afraid of new things, പുതിയ കാര്യങ്ങൾ ചെയ്യാൻ ഭയങ്കര പേടിയാണ്. They may from the habit of lying, അവർക്ക് കള്ളം പറയുന്ന ശീലം ഉണ്ടാവുമോ, സ്റ്റീൽ ചെയ്യുന്ന ശീലം ഉണ്ടാവുമോ. And they are often considered to be slow learners. അവർക്ക് ഒരു കാര്യം പഠിച്ചെടുക്കാനൊക്കെ ഒത്തിരി ടൈം എടുക്കും. സ്ലോ ലേണേഴ്സുമാണ് വീക്ക് ചിൽഡ്രൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് കാറ്റഗറീസ് ഓഫ് ചൈൽഡ് ആണ് ബ്രൈറ്റ് ചിൽഡ്രൻ. കാണുമ്പോൾ എല്ലാവരോടും നല്ല ആക്റ്റീവായിട്ട് സംസാരിക്കുകയും നന്നായിട്ട് അക്കാഡമിക്കലി നന്നായിട്ട് മാർക്കൊക്കെ സ്കോർ ചെയ്യുന്ന കുട്ടികളാണ് ബ്രൈറ്റ് ചിൽഡ്രൻസ്. പക്ഷെ അവർക്ക് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് ഇഷ്ടം അവരുടേതായ ഒരു വേൾഡ്, അവരുടേതായ ഒരു ഇമാജിനേറ്റീവ് വേൾഡിൽ ടൈം സ്പെൻഡ് ചെയ്യാനാണ് അവർക്ക് ഇഷ്ടം. അല്ലാതെ നമ്മൾ നോർമൽ വേൾഡിൽ ടൈം സ്പെൻഡ് ചെയ്യാൻ അവർക്ക് ഇഷ്ടമല്ല. അവർക്ക് ഫാന്റസി വേൾഡിൽ ജീവിക്കാനാണ് കൂടുതലായിട്ട് ഇഷ്ടം. These children are very imaginative, ഭയങ്കര ഇമാജിനേറ്റീവ് ആയിരിക്കും. ആൻഡ് ഹാവ് എ വേർഡ് ഓഫ് their own. അവർക്ക് അവരുടേതായ സ്വന്തമായ ഒരു
വേർഡ് അവർ ക്രിയേറ്റ് ചെയ്തിരുന്നത്. ചിലപ്പോ ഇവിടെ നമ്മളുടെ നോർമൽ വേൾഡിൽ അവന് സ്നേഹവും ഇഷ്ടമൊന്നും കിട്ടുന്നില്ലെങ്കിൽ അവൻ എന്ത് ചെയ്യും, അവന്റെ ഒരു ഇമാജിനേറ്റീവ് വേൾഡിൽ അവനായിട്ട് ഒരുപാട് സ്നേഹവും ഒരുപാട് കെയറിങ് ചെയ്യുന്ന പാരന്റ്സിനെയൊക്കെ ക്രിയേറ്റ് ചെയ്ത് അവരുടെ മനസ്സിൽ അത് ക്രിയേറ്റ് ചെയ്യും. They have been chosen neither to fight nor give in to the hostile condition. അവർ ഫൈറ്റ് ചെയ്യില്ല, എന്നുവെച്ചാൽ തല്ലു പിടിക്കാനായിട്ട് ഇഷ്ടപ്പെടുന്നവരല്ല. അതേപോലെ എന്തെങ്കിലും ശത്രുത ഉളവാക്കുന്ന സിറ്റുവേഷൻസ്, ഹോസ്റ്റൽ കണ്ടീഷൻ എന്ന് പറഞ്ഞാല് ശത്രുത ഉളവാക്കുന്ന അവസ്ഥ, ശത്രുതയുള്ള അവസ്ഥയിലേക്കൊന്നും പോകാനായിട്ട് ഇഷ്ടപ്പെടാത്ത ആൾക്കാരാണ് ബ്രൈറ്റ് ചിൽഡ്രൻസ്. They have turned their back to reality. അവർക്ക് അവരുടെ റിയാലിറ്റി ഫേസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവർക്ക് ഇഷ്ടം കൂടുതലായിട്ട് അവരുടെ ഫാന്റസി വേൾഡിൽ ലീവ് ചെയ്യാനാണ് അവർക്ക് ഇഷ്ടം. ഇപ്പൊ അവര് വെറുതെ ഇരിക്കുകയാണെങ്കിൽ പോലും ഒന്നും ചെയ്യാതിരിക്കാൻ അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ദേ ആർ റെസ്റ്റ്ലെസ്. അവർ തിങ്ക് ചെയ്തുകൊണ്ടേ ഇരിക്കും, ഓരോ കാര്യങ്ങള് ചിന്തിച്ചുകൊണ്ടേ ഇരിക്കുകയായിരിക്കും. ഇതാണ് 3 കാറ്റഗറീസ്, 3 ക്ലാസ്സസ് ഓഫ് ഡീവിയേഷൻ എന്ന് പറയുന്നത്. ഒന്ന് ഡീവിയേഷനും ക്ലാസ്സസ് ഓഫ് ഡീവിയേഷനും എല്ലാവരും ഒന്ന് വായിച്ചേ. ഡീവിയേഷൻ എന്താണ്, ക്ലാസ്സസ് ഓഫ് ഡീവിയേഷൻ എന്താന്ന് വായിച്ചേ. വായിച്ചു കഴിഞ്ഞിട്ട് പറയണം കേട്ടോ. റീഡ് ചെയ്ത് കഴിഞ്ഞാൽ പറയണം കേട്ടോ. ഓക്കെ, നമ്മൾ 3 ക്ലാസ്സസ് ഓഫ് ഡീവിയേറ്റഡ് ചിൽഡ്രൻസ് നോക്കി. നോട്ടി ചിൽഡ്രൻ, വീക്ക് ചിൽഡ്രൻ, ബ്രൈറ്റ് ചിൽഡ്രൻ. എല്ലാവർക്കും അത് മനസ്സിലായോ? യെസ് ടീച്ചർ. ടീച്ചർ ഇന്ന് വളരെ സ്ലോ ആയിരുന്നു, അതുകൊണ്ട് ശരിക്കും മനസ്സിലായി. ആണോ? ഓക്കെ, അപ്പോ നമ്മൾ 3 ക്ലാസ്സസ് ഓഫ് ചിൽഡ്രൻസിനെ കുറിച്ചിട്ടാണ് നോക്കിയത്. നോട്ടി, വീക്ക്, ബ്രൈറ്റ്. ഈ 3 ക്ലാസ്സസ് ഓഫ് ചിൽഡ്രൻസിൽ വരുന്ന ടൈപ്പ് ഓഫ് ഡീവിയേഷൻസ്, ഏതൊക്കെ ടൈപ്പ് ഓഫ് ഡീവിയേഷൻസ് ആണ് ഈ കുട്ടികളിൽ വരുന്നത് എന്നാണ് നമ്മൾ ഇനി നോക്കുന്നത് കേട്ടോ. ഓക്കെ, നമുക്ക് നോക്കാം. നെക്സ്റ്റ് പാരഗ്രാഫ്. Some of the deviation Montessori described as seen in different forms in different types. നമ്മൾ 3 ഡിഫറൻസ് നോക്കിയിട്ടുണ്ടായിരുന്നു. അത് ഏതൊക്കെയാണ്? നോട്ടി, വീക്ക്, ബ്രൈറ്റ് ഓഫ് ചിൽഡ്രൻസ്. Still others are akin to just one type.
ബാക്കിയൊക്കെ നമുക്ക് അൺക്യൂരാണ്. ചിലപ്പോ പലതരത്തിലുള്ള ഡീവിയേഷൻ ആയിരിക്കും. നമുക്കത് ക്ലാസിഫൈ ഒരുമിച്ചിടാനായിട്ട് പറ്റില്ല. ഇന്നതാണ് എന്ന് കൺഫേം ചെയ്യാൻ പറ്റില്ല. പക്ഷെ അത് ഡീവിയേറ്റഡ് ആയിരിക്കും. Children with deviated characteristics become coy to prepare environment. നമ്മൾ ഡീവിയേറ്റഡ് കുട്ടികൾ ഡീവിയേറ്റഡ് ചൈൽഡ് മോണ്ടിസോറി ക്ലാസ് റൂമിലേക്ക് വരുമ്പോൾ അവർ കുറച്ച് ക്വൈറ്റ് ആയിരിക്കും. നമ്മുടെ പ്രിപ്പയർഡ് എൻവയോൺമെന്റ് നമ്മുടെ മെറ്റീരിയൽസ് ഒക്കെ കാണുമ്പോൾ അവർ കുറച്ചും കൂടി ക്വൈറ്റ് ആയിരിക്കും. അവർക്ക് അത് വർക്ക് ചെയ്യണം എന്നുള്ളൊരു ഇന്റൻഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്യും. സിൻസ് ദേ സ്റ്റാർട്ട് വർക്കിംഗ് ഓൺ ദ പ്രാക്ടിക്കൽ മെറ്റീരിയൽസ്, അവർ ആ പ്രാക്ടിക്കൽ മെറ്റീരിയൽസ് യൂസ് ചെയ്ത് വർക്ക് ചെയ്ത് തുടങ്ങുമ്പോൾ അവർ കുറച്ച് കാമാകും. ഓക്കെ, ചിൽഡ്രൻ അറ്റൈൻ കൺട്രോൾ ഓവർ ദെയർ മൂവ്മെന്റ്സ്. അപ്പോ കുട്ടികൾ ഈ ഡീവിയേറ്റഡ് ചിൽഡ്രൻസ് മോണ്ടിസോറി എൻവയോൺമെന്റിൽ നമ്മുടെ പ്രിപ്പയർഡ് മോണ്ടിസോറി ക്ലാസ് റൂമിലേക്ക് വരുമ്പോൾ അവർക്ക് മെറ്റീരിയൽസ് ഒക്കെ കാണുമ്പോൾ വർക്ക് ചെയ്ത് തുടങ്ങുമ്പോൾ അവർ കുറച്ചും കൂടി കാമാവും. അവർക്ക് അവരുടെ മൂവ്മെന്റ്സ് കൺട്രോൾ ചെയ്യാൻ പറ്റും. നമുക്കറിയാം മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാല് കറക്റ്റ് ആയിട്ട് ഓർഡറിൽ അത് അറേഞ്ച് ചെയ്ത് വെക്കണം. അപ്പൊ നമ്മുടെ ഹാൻഡ് മൂവ്മെന്റ്സ് ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഹാൻഡ് മൂവ്മെന്റ്സ് ഒക്കെ നമ്മൾ കറക്റ്റ് ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് കറക്റ്റ് ആയിട്ട് വെച്ചാൽ മാത്രമേ നമുക്ക് പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കാര്യങ്ങൾ അല്ലെങ്കിൽ ആ ഒരു വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ദേ അറ്റൈൻ പവർ ഓവർ ദംസെൽസ്. അവർക്ക് സ്വയം നിയന്ത്രിക്കാനായിട്ട് പറ്റും. അവരുടെ ഓരോ ആക്ടിവിറ്റീസും പതുക്കെ ചെയ്യാനും അവരെ നിയന്ത്രിക്കാനും അവർക്ക് തന്നെ പറ്റും. വിത്ത് ഇൻക്രീസ്ഡ് കോൺസെൻട്രേഷൻ. അപ്പൊ അതിന്റെ ഫലമായിട്ട് അവർക്ക് കോൺസെൻട്രേഷൻ കൂടും. എന്ത് ചെയ്യും, അവർ വർക്ക് ചെയ്ത് തുടങ്ങുമ്പോൾ ഓരോ ആക്ടിവിറ്റീസും ചെയ്യുമ്പോൾ അവർക്ക് കോൺസെൻട്രേഷൻ പവർ കൂടും. ഓൾ നെഗറ്റീവ് ട്രെയ്റ്റ്സ് ഫൗണ്ട് ഇൻ ചിൽഡ്രൻ ബിഫോർ ദേ കം ഇൻ കോണ്ടാക്ട് വിത്ത് ദ പ്രിപ്പയർഡ് എൻവയോൺമെന്റ് will disappear. നമ്മൾ നേരത്തെ പറഞ്ഞ എല്ലാ തടസ്സങ്ങളും എല്ലാ നെഗറ്റീവ് ട്രെയ്റ്റ്സുകളും ഈ കുട്ടികളിൽ നിന്ന് എന്തായി പോകും, ഡിസപ്പിയർ ആയി പോകും. അവർ ഈ പ്രിപ്പയർഡ് എൻവയോൺമെന്റ് ആയിട്ട് കോണ്ടാക്റ്റിൽ വരുമ്പോൾ അവർ കൂടുതലായിട്ട് അവരുടെ ഹാൻഡ് യൂസ് ചെയ്ത് ഓരോ ആക്ടിവിറ്റീസ് ചെയ്തു തുടങ്ങുമ്പോൾ അവർക്ക് പഴയ ട്രെഡ്സ് അല്ലെങ്കിൽ ഡീവിയേഷൻസ് ഒക്കെ മാറി അവര് എന്ത് കുട്ടികളായിട്ട് മാറും, ന്യൂ ചിൽഡ്രൻസ് ആയിട്ട് മാറും. ആ പുതിയ കുട്ടികൾ ഡീവിയേറ്റഡ് ചിൽഡ്രൻസ് വർക്ക് ചെയ്യുന്നതിലൂടെ പുതിയ കുട്ടികളായിട്ട് മാറുന്നതിനെയാണ് നമ്മൾ ന്യൂ ചിൽഡ്രൻസ് ആൻഡ് സൊസൈറ്റി ഓഫ് കൊഹീഷൻ എന്നും പറയും. എന്ത് പറയും, സൊസൈറ്റി ഓഫ് ന്യൂ ചിൽഡ്രൻസ് എന്നും സൊസൈറ്റി ഓഫ് കൊഹീഷൻ എന്നും പറയും. അപ്പോൾ നമ്മൾ ഈ മെറ്റീരിയൽസ് എല്ലാം പ്രൊവൈഡ് ചെയ്യുമ്പോൾ അവർക്കത് നല്ല രീതിയിൽ, കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ, നമുക്കറിയാം മോണ്ടിസോറി മെറ്റീരിയൽസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് തന്നെ കുട്ടികൾക്ക് അതൊരു കുറച്ചും കൂടി അട്രാക്ട് ആവാൻ വേണ്ടിയിട്ടുള്ള രീതിയിലാണ് അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മൾ മൂവ്മെന്റ്സ് കുട്ടികൾ കൺട്രോൾ ചെയ്ത് തുടങ്ങും. മൂവ്മെന്റ്സ് കൺട്രോൾ ചെയ്യുമ്പോൾ അവർക്ക് കോൺസെൻട്രേഷൻ പവർ കിട്ടുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഓവറോൾ ഡെവലപ്മെന്റ്, ഇതുവഴി ഓവറോൾ ഡെവലപ്മെന്റ് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അച്ചീവ് ചെയ്യാനായിട്ട് പറ്റും. നോക്കാം. With increased concentration, all negative traits found in children before they come in contact with the prepared environment will disappear. അപ്പോ അവർക്ക് കോൺസെൻട്രേഷൻ കൂടും. അതേപോലെ തന്നെ അവരുടെ മുമ്പത്തെ നെഗറ്റീവ് ട്രെഡ്സുകൾ ഡീവിയേഷൻസ് എല്ലാം മാറി അവർ ഈ പ്രിപ്പയർ എൻവയോൺമെന്റ് ആയിട്ട് കോണ്ടാക്റ്റിൽ വരുമ്പോൾ അവരുടെ നെഗറ്റീവ് ട്രെഡ്സ് എല്ലാം ഡിസപ്പിയർ ആവും. They develop power ഓഫ് സെൽഫ് കൺട്രോൾ ആൻഡ് ഒബീഡിയൻസ്. അവർക്ക് അവരെ തന്നെ കൺട്രോൾ ചെയ്യാൻ, അവരുടെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ, അവരെ തന്നെ കൺട്രോൾ ചെയ്യാനായിട്ട് അവർ പഠിക്കും. പിന്നെ ഒബീഡിയന്റ് ആയിട്ട് മാറും, അനുസരണയുള്ള നല്ല കുട്ടികളായിട്ട് മാറും. ദേ ഓഫർ മ്യൂച്വൽ ഹെൽപ്പ് ആൻഡ് പ്രൊവൈഡ് മോറൽ ഹെൽപ്പ് ടു ദെയർ പിയേഴ്സ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ മ്യൂച്വൽ ഹെൽപ്പ്, പരസ്പരമുള്ള സഹായങ്ങളും അതേപോലെ തന്നെ മോറൽ ഹെൽപ്പും അവരുടെ കൂടെ ഉള്ളവർക്ക് വർക്ക് ചെയ്യുമ്പോൾ മിസ്റ്റേക്ക് എന്തെങ്കിലും പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ അത് റെക്ടിഫൈ ചെയ്യാനായിട്ട് ഈ കുട്ടികൾ മുൻകൈ എടുക്കും. ദേ ആർ ഏബിൾ ടു വർക്ക് ഇൻ ഹാർമണി. നല്ല ഐക്യത്തോടു കൂടി നല്ല ഒത്തൊരുമയോടുകൂടി വർക്ക് ചെയ്യാനായിട്ട് അവർ പഠിക്കും. ദേ ആർ റെഫേഴ്സ് ടു ന്യൂ ചിൽഡ്രൻസ്. അങ്ങനെയുള്ള കുട്ടികളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ന്യൂ ചിൽഡ്രൻസ് എന്ന് പറയുന്നത്. ന്യൂ ചിൽഡ്രൻ ആൻഡ് ക്യാൻ ബി റെഫേഴ്സ് ടു ബി ആസ് നോർമലൈസ്ഡ്. അങ്ങനെ അവര് വർക്ക് ചെയ്യുന്നതിലൂടെ അവരുടെ മൂവ്മെന്റ്സ് എല്ലാം കൺട്രോൾ ചെയ്യുമ്പോൾ അവർക്ക് അവരിൽ തന്നെ ഒരു പവർ ഉണ്ടാകും. അപ്പോൾ കോൺസെൻട്രേഷൻ ഇംപ്രൂവ് ചെയ്യും, സെൽഫ് കൺട്രോൾ വരും, ഒബീഡിയൻസ് വരും. അവരവരുടെ കൂടെയുള്ള കുട്ടികളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് തുടങ്ങും.
നല്ല ഹാർമണിയോട് കൂടി നല്ല ഒത്തൊരുമയോട് കൂടി അവർ നമ്മളുടെ പ്രിപ്പയർഡ് എൻവയോൺമെന്റിൽ വർക്ക് ചെയ്യുമ്പോ അങ്ങനെ കുട്ടികൾ വർക്ക് ചെയ്യുന്നതിലൂടെ അവർ നോർമലൈസ്ഡ് ആയിട്ടുള്ള ചൈൽഡ് ആയിട്ട് മാറുന്നു. നോർമലൈസ്ഡ് ചൈൽഡിന് നമ്മൾ പറയുന്ന പേരാണ് സൊസൈറ്റി ഓഫ് ന്യൂ ചിൽഡ്രൻ ഓർ സൊസൈറ്റി ഓഫ് കൊഹീഷൻ. ഓക്കെ, അപ്പോ നോർമലൈസ്ഡ് ആക്കി നമ്മൾ വർക്ക് ചെയ്യുന്നതിലൂടെ കുട്ടികളെ മാറ്റി. ആ ഒരു പാരഗ്രാഫും കൂടി ഒന്ന് റീഡ് ചെയ്തേ. ഓക്കെ, നമ്മള് ഒന്നുകൂടി പറയാം. ടൈപ്സ് ഓഫ് ഡീവിയേഷൻസ് പറഞ്ഞു, നമ്മൾ ഡിഫറെന്റ് ഫോംസ് ഓഫ് ഡീവിയേഷൻസ് പറഞ്ഞു. നോട്ടി, വീക്ക്, ബ്രൈറ്റ് ചൈൽഡ്, ചിൽഡ്രൻസ്. ഇവർ നമ്മുടെ മോണ്ടിസോറി ക്ലാസ് റൂമിലേക്ക് വരുമ്പോൾ, നമ്മുടെ പ്രിപ്പയർഡ് എൻവയോൺമെന്റിലേക്ക് വരുമ്പോൾ നമ്മൾ ഇവരെ കൊണ്ട് എന്ത് ചെയ്യും? പ്രാക്ടിക്കൽ മെറ്റീരിയൽസ് യൂസ് ചെയ്ത് അവരെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിക്കും. അപ്പോ അങ്ങനെ വർക്ക് ചെയ്യിക്കുന്നതിലൂടെ അവർക്ക് മൂവ്മെന്റ്സ് അവർക്ക് തന്നെ കൺട്രോൾ ചെയ്യാനും കോൺസെൻട്രേഷൻ കൂട്ടാനും അതുവഴി അവർക്ക് സെൽഫ് കൺട്രോളും ഒബീഡിയൻസും വരും. ഓക്കെ, ചിലപ്പോ 10 വരുമ്പോ തന്നെ അല്ലെങ്കിൽ 3 to 4 weeks അല്ലെങ്കിൽ 1-2 months ഒക്കെ എടുക്കൂട്ടായി നോർമലൈസ്ഡ് ആക്കി മാറ്റാന്നുള്ളത് ഒത്തിരി വലിയ ടാസ്ക് ആണ്. നോർമലൈസ്ഡ് ആക്കാനായിട്ട് കുറച്ച് ടൈം പീരീഡ് എടുക്കും. അപ്പൊ നമുക്ക് ഇനി ഡിസ്കസ് ചെയ്യാനുള്ള ടൈപ്സ് ഓഫ് ഡീവിയേഷൻസ് ആണ്. ജസ്റ്റ് ഞാൻ ആ പേരുകൾ മാത്രമേ സൂചിപ്പിക്കുന്നുള്ളൂ എന്ന്. സൈക്കിക് ഫാഗ്യൂ, സൈക്കിക് ബാരിയർ, attachment, possessiveness, inferiority complex, fear, like ഇതെല്ലാമാണ് ടൈപ്സ് ഓഫ് ഡീവിയേഷൻസ്. എങ്ങനെയൊക്കെ ഡീവിയേഷൻസ് സംഭവിക്കാന്നുള്ള എക്സാമ്പിൾ. അതിനെ കുറിച്ച് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ എന്ത് ചെയ്യാം? ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഞാൻ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. നെക്സ്റ്റ് വീക്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഫ്രെയിം എല്ലാവരും കംപ്ലീറ്റ് ആക്കണം. ഇനി ചെയ്തവരാണെങ്കിൽ തന്നെ ഇനി എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെന്ന് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ കുറച്ചും കൂടി നന്നാക്കാൻ താല്പര്യം നന്നാക്കി നല്ല രീതിയിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ എന്ത് ചെയ്യും? പ്രസന്റ് ചെയ്യില്ല എല്ലാവരും? അഞ്ജിത, എല്ലാവരും അഞ്ജിത, ഫർസാന പ്രസന്റ് ചെയ്തു. രഞ്ജിനി, ഷമീറ, ഉഷ, സൗമ്യ എല്ലാവരും പ്രസന്റ് ചെയ്യില്ലേ? ഓക്കെ, അപ്പൊ എല്ലാവരും അത് പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവരണം. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ് നെക്സ്റ്റ് വീക്ക് കേട്ടോ. അപ്പൊ ഞാൻ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു ഓൾ. താങ്ക് യു മിസ്.